വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്ന് വരുന്നത്. ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പു എന്ന് പറയുന്ന യുവതി, രേഷ്മ എന്നാണ് അവരുടെ ഒറിജിനൽ പേര്, അവർ ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. വിവാഹമോചിതയായിരുന്നു, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. അതുപോലെ തന്നെ 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ വേറൊരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലിട്ട് കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വെറും ഒരു ജീവൻ ഒടുക്കലിന് പകരം ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കെണിയിൽ പെട്ടിട്ടുണ്ടോ, അതുമാത്രവുമല്ല വിവാഹം മോചിതയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരാളിങ്ങനെ, ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടതല്ലേ, ഒരു കുട്ടി ഇതേപോലെ പോയിട്ട് കൊളത്തി ചാടിയപ്പോൾ പറയുക കൊറിയൻ സുഹൃത്ത് എന്ന്. കൊറിയയിൽ മൊത്തം അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു സുഹൃത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ഒരു സംഘം തന്നെ ഉണ്ടാകും. നമ്മളൊന്നും മനസ്സിലാക്കുന്ന പോലെയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തല വാളാണ്. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോഴില്ലേ പല ടീമുകളും നമ്മളടുത്തേക്ക് വരും. ആ ടീമുകൾ എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. പണ്ടൊരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെയെന്ന് പറഞ്ഞ് ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ എന്താണ് കാരണം, ഭർത്താവ് എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും ചതിക്കുഴികൾ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു സംശയം. നമ്മളിപ്പോൾ കാണുന്നത് എന്താ, മൊബൈൽ കൊടുത്തില്ല ജീവനൊടുക്കി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ സുഹൃത്ത് കാരണം ജീവനൊടുക്കി, ഇൻഫ്ലുവൻസർ വിവാഹമോചിതയാണ് ജീവനൊടുക്കി. ഇതല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസറായ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കത്തി കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ബേട്ടാവളിയന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. അവറ്റകൾക്ക് അപ്പോൾ തോന്നുന്നു ഈഗോ ആടുന്ന്, നമ്മളെക്കാട്ടി മുന്നിൽ പോയോ ഇവള്, അല്ലെങ്കിൽ ഇവൾ കാരണം ഇനിയിപ്പോൾ എൻ്റെ ജീവിതം നശിക്കുമോ, അയ്യോ ഇവൾക്ക് വേറെ കാമുകനുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടാകും. ചിലപ്പോൾ അനുഭവിച്ചിട്ടായിരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം നേടിയിട്ടും ചിലപ്പോൾ രക്ഷയുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പിന്നീട് ഈ ഒരു കടുങ്കൈ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഫ്ലുവൻസർ ആയാലും ഏത് ജോലി ആയി കഴിഞ്ഞാലും അതൊരു ജോലിയായിട്ട് മാത്രം കാണുക. അല്ലാതെ അതിനപ്പുറത്ത് പോയിട്ട് ജനങ്ങളെ നന്നാക്കാനോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾ, എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കമ്പനികളുണ്ട്. അത് പലതും എന്ന് പറഞ്ഞാൽ ചതിക്കുഴികളാണ്. നമ്മൾ നല്ല രീതിയിൽ വെളുക്കച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതുമായ ആൾക്കാരായിരിക്കും. നമ്മൾ ചിലപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പനി കൂടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്വഭാവം ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അങ്ങനെ ചതിക്കുഴിയിൽ വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അത് നിങ്ങൾ മാത്രം നോക്കുക. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കുറേ എണ്ണം മുതലെടുക്കാനുള്ള ടീമുകൾ ഉണ്ടാകും. അവറ്റകളും ചിലപ്പോൾ ഇൻഫ്ലുവൻസർമാർ തന്നെയായിരിക്കും. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടുണ്ടാകും. കുറേ കോഴികൾ ഇങ്ങനെ ചുറ്റും ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോഴികളെല്ലാം ഓടിക്കാനുള്ള വഴികൾ കാണുകയാണ് വേണ്ടത്. ഇപ്പം ഇതൊന്നുമല്ല, ഈ സ്ത്രീയുടെ മരണത്തിൽ എന്താണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വളരെ വലിയ ചതിക്കുഴികൾ ചിലപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. അല്ലാതെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും പോയിട്ട് ഒരാളും ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ എന്ന് പറഞ്ഞ ജനങ്ങളെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് കുടുംബജീവിതവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹമെങ്കിൽ കൃത്യമായിട്ടും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങേര് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഓനെ ചവിട്ടി ഒഴിവാക്കിയിട്ട് പോയിട്ട് ഈ ഇത് തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും അങ്ങനെയാണ്. നമ്മൾ വളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അടി കിട്ടുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. അവർ തന്നെയാണ് ആദ്യം പറയുന്നത്, ഈ പോക്ക് ശരിയല്ലല്ലോ, ഇവൾ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറയും. അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസറായ ഒരാൾ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ ഇല്ലേ 10 മിനിറ്റോ 5 മിനിറ്റോ കാണുന്ന സംഭവമൊന്നുമല്ല. അവരതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുണ്ട്. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ടിട്ടൊന്നും ചില ആൾക്കാർക്കൊന്നും നിൽക്കാൻ പറ്റൂല. അതായത് നമ്മൾ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 റുപ്യേൻ്റെ വനിയനും 10 റുപ്യ അല്ല 100 റുപ്യേൻ്റെ ഉണ്ടും മതിയാടുന്ന്. അതുപോലെ എല്ലാവർക്കും നിൽക്കാൻ പറ്റൂല. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ആൾക്ക് നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് എന്തായാലും ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാകും. എൻ്റെ പൊന്നുമക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല.
നമ്മൾ പറയുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കും. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് ഏതായാലും ആരും വരില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അത്രത്തോളം സൗന്ദര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കണം. അവരുടെ ഡ്രസ്സിൽ പോലും എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഒരുപാട്, കാരണം വരുമാനങ്ങൾ കുറയും. ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഒരുപാട് വരുമാനം പോകും. കടത്തിൽ പോകുന്ന ഇൻഫ്ലുവൻസർമാരുടെ എനിക്കറിയാം, ഒരുപാട് പേര് കടത്തിലാണ്, ലോൺ എടുത്തിട്ട് ഈ പരിപാടി തുടങ്ങിയ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ വലിയ വലിയ ക്യാമറകളും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടും. അവസാനം എന്ന് പറഞ്ഞാൽ വിചാരിച്ചതുപോലെ പ്രോഗ്രാമുകൾ കിട്ടില്ല. ഇന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മത്സരാന്ന്. അതായത് എന്തൊക്കെ ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ 2000 ഉറുപ്പ്യ മറ്റോൻ പറയും 5000 ഉറുപ്പ്യ. അപ്പോൾ അവരെന്ത് ഈ 2000 ഉറുപ്പ്യക്കാരനെ വിളിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ തന്നെ എന്ന് പറഞ്ഞൊരു വലിയ മത്സരം വന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല. ചില ആൾക്കാർ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത്. അപ്പോഴും അവിടെയും സാമ്പത്തികം തന്നെ ഒരു വലിയൊരു വില്ലനാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു പോയി. അതുപോലെ കൂടെ മകനുണ്ട്. പിന്നെ ജീവിതം തന്നെ ചോദ്യചിഹ്നമാണ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു പണിക്കും പോകാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ച് നമ്മളെ ചില നടന്മാർ പറയാറുണ്ട്, ഒരു സിനിമയിൽ അഭിനയിച്ച് അത് ഹിറ്റായതുകൊണ്ട് മാത്രമേ എനിക്കിപ്പോൾ ഒരു പണിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പോയ സ്ഥലത്ത് നിന്നൊക്കെ സിനിമാ താരം പണിക്ക് വരുന്നതെന്നാണ് ചോദിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ ഇതിൻ്റെ പുറകിൽ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ വേണ്ടതെന്ന് അറിയാം, സ്ഥിരമായിട്ട് വരുമാനമുള്ള ഒരു ജോലി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് കളഞ്ഞിട്ട് നമ്മൾ ഒരു പരിപാടിക്കും പോകരുത്. നമ്മൾ നിന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ജോലി കളയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇതുപോലെ ഇൻഫ്ലുവൻസർമാർ ജീവൻ ഒടുക്കുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ കൂടെ ഓടിയെത്താൻ കഴിയാത്തതുകൊണ്ട്, പിന്നെ അവർ വിചാരിച്ചതുപോലെ പ്രോഗ്രാമുകൾ കിട്ടാത്തതുകൊണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പളവള മിന്നുന്ന ജീവിതമല്ല പലരുടെയും. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ മാത്രം തിരിച്ചു കയറാൻ കഴിയാതെ വലിയൊരു കുഴിയിലകപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാർ വരികയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ചുരുക്കം ചില ആൾക്കാരെ വിജയിക്കത്തുള്ളൂ. അല്ലാതെ എല്ലാവരും ഒന്നും ഇപ്പം 2 ലക്ഷം ഫോളോവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കണം, ഉദ്ഘാടനങ്ങൾ മറ്റേത് ഇതൊക്കെ വിളിക്കണം. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പണ്ടാരക്കാലന്മാരുടെ ചൂഷണങ്ങൾ വേറെ. സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ പിന്നെ അതൊന്നും ഇല്ലായിരുന്നു. ഏതായാലും സൗന്ദര്യം ഒന്നും ഇല്ലാണ്ട് പുരുഷന്മാരെ ആരും അങ്ങനെ വിളിക്കത്തില്ല. പക്ഷേ സ്ത്രീകളാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ദുഃഖം തന്നെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് നിൽക്കാവൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് നിൽക്കരുത്. പിന്നെ ജീവൻ ഒടുക്കലൊന്നും ഒരു അവസാനത്തെ ഒരു ഇതൊന്നും അല്ല. ജീവിക്കുകയാണ് വേണ്ടത്. നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിലൂടെ ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കുക വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഒരു മകനില്ലേ കൂടെ, ആ മകൻ ചിലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ഒരു കളർ മാറ്റം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതുപോലും ചിന്തിക്കാതെ ആ സഹോദരി ഏതായാലും ജീവൻ ഒടുക്കിയത് വളരെ മോശമായി പോയി. ഏതായാലും ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തണം. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ അവസ്ഥയാണ്. ആ അവസ്ഥയായിരിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്തോ, ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ട്. നന്ദി, നമസ്കാരം കേട്ടാ. ഹൈപ്പ് ചെയ്തോ മക്കളെ.